നിരോധനം വരൂ. റിലേഷൻ ഉണ്ടോ? ഇല്ല. എന്നാൽ മാത്രമേ ഇവിടെ സെറ്റ് ആവുന്നുള്ളൂ. വിഷമറില്ല. ഇനി വല്ല സന്തോഷം വരെ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കുട്ടീന് ഇഷ്ടമാണ്. പേര് സാവേജ്. ഇതുവരെ ഒരു കൊച്ചിന്റെ പുറകെ പോലും ഒരാൾക്ക് പരിചയപ്പെടണോ? ഒന്ന് വരുമോ? ഞാനത് മറന്നുവല്ലോ. നാളെ ആകുമ്പോ ഞാൻ മറന്നുവല്ലോ. അതാ വന്നു. ലെസ്റ്റ് വന്നു. ഹലോ, സംസാരിക്കും. ഒന്ന് ഇങ്ങോട്ട് വരും. കുട്ടിയുടെ പേരെന്താ? ഹലോ, ഞാൻ നിരുപമ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഹായ്. സിംഗിൾ ആണോ? സിഗ്മയാണ്. സിഗ്മയാണല്ലേ? ഇതെന്റെ സിസ്റ്റർ റബേക്ക. റബേക്ക. നൈസ് ടു മീറ്റ് യു. റബേക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞായിരുന്നു. ഹായ് റബേക്ക. പേരെന്തായിരുന്നു? LX2. നിരോധനം വരൂ. റിലേഷൻ ഉണ്ടോ? ഇല്ല, സിഗ്മയാണ്. എന്താ എന്തിനാ ഇങ്ങനെ പുറകെ കിടക്കണം? ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നാ മതി. എന്താ ഞാൻ പോയിക്കോടാ. LX2 പോയിക്കോ. അതെന്താ ആരെയും പ്രേമിക്കാത്ത? ഇല്ല, ആ ഒരു വേണ്ട. പ്രേമം നല്ലേ. അണ്ണുവിന്റെ ഒരു പാതയാണല്ലേ? ഇതൊരു ജോക്കി അണ്ണുവിന്റെ ഒരു പാതയിലാണോ? അതെ. നമ്മൾ സിഗ്മ പാതയിലാണ്. പക്ഷെ എനിക്ക് LX2 ഭയങ്കര ഇഷ്ടം. അവൻ ഇച്ചിരി വന്നിട്ട് പറഞ്ഞു അണ്ണുവിനെ ഇഷ്ടമൊന്നു. അവന് ഭ്രാന്ത്. പക്ഷെ ഞാനും അണ്ണുവിന്റെ പാത. ഞാൻ സിഗ്മയാ. ഞാൻ വരൂല. അങ്ങനെ പറയല്ലേ. ഇല്ലില്ല, കാര്യമില്ല. ഓ കൊച്ചേ, പേര് മോഡില്ല. ഇറങ്ങി ഓടായിരുന്നു. വഴിയാ. എനിക്ക് വേണ്ട. സിഗ്മയാണ്. അവരുടെ ഇടയിലുമാണ് ഫോൺ വിളിച്ചത്. ഹലോ, എന്തിനാടാ നീ എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത്? അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. നീ അല്ലേടാ പറഞ്ഞ അണ്ണുവിനെ ഇഷ്ടമെന്ന്. അവൾക്ക് വട്ടായിരിക്കും. ഇപ്പൊ ആരെങ്കിലും പ്രേമിച്ചാൽ മതി എന്ന് പറഞ്ഞു നടക്കുന്നത്. എന്നാ നീ പ്രേമിക്ക്. നിന്റെ കൊച്ചു എന്തായാലും അരമണിക്കൂറല്ലേ സിറ്റി വരുള്ളൂ. ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാ തുപ്പി വിട്ട് എന്തിനാ, ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ 15 മിനിറ്റിനുള്ളിൽ സെറ്റ് ആവണോന്ന് പറയാം. എല്ലാരും ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. വേറെ ആർക്കെങ്കിലും സെറ്റ് ആയി കൊടുക്കാം. നീ കൂറിനാണോ? അങ്ങനെ വേണ്ട. ഒരു കൂട്ടമുണ്ട്, അതിലാരെങ്കിലും ഒരു സെറ്റ് ആയിക്കോളും. അതല്ലല്ലോ എടാ. പോടാ. ഞാൻ ചത്ത എന്റെ കൊച്ചുകാർക്ക് പരിഹാരം പറ. അയ്യോ, ഞാൻ ചത്തു. ചത്തുപോടാ. അടുത്താണ് അത് പറയാതെ സാവേജിന്റെ തലക്ക് കൊടുക്കുക. കുട്ടി കുട്ടിയായിരുന്നല്ലേ ആ റിബേക്ക? കുട്ടി, എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാനുള്ളൂ. ഞാൻ കുട്ടിയുടെ പേര് ആദ്യമേ കേട്ടപ്പോ തന്നെ എവിടോ കേട്ട പോലെ എന്ന്
ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കുട്ടീനെ ഇഷ്ടമാണ്. അത് എന്റെ അടുത്ത് ആ കഥ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ പേര് LX2. എനിക്കതറിയാം കേട്ടോ. എനിക്ക് ലക്ഷ്യം അറിയാം. എനിക്ക് വിഷമമൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമം അറിയില്ല. ഇനി അല്ല സന്തോഷം വരെ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കുട്ടീനെ ഇഷ്ടമാണ്. പേര് സാവേജ്. ഇതുവരെ ഒരു കൊച്ചിന്റെ പുറകെ പോലും പോയിട്ടില്ല. റെബേക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിക്കുമ്പോ. എന്നിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ സാവേജ്. അവന് പേടി. ഞാൻ പറഞ്ഞില്ലേ അവൻ പെണ്ണുങ്ങളുടെ അടുത്തൊന്നും മിണ്ടാറില്ല. കള്ളം പറയല്ല. സാവേജിനെ അറിയത്തു പോലും ഇല്ലാന്ന് എനിക്കറിയാമേ. എന്ത് സാവേജിന് അറിയാം? സത്യമായിട്ടും അറിയാം സാവേജിന്. സാവേജ് ഒരു പെണ്ണുങ്ങളുടെ അടുത്ത് പോലും മിണ്ടാൻ പോവാറില്ല. അല്ലേ അത് ശരിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. സാവേജ് ഞാൻ പറഞ്ഞത് എന്നെ പോലെ ഒരു സിഗ്മയാ. പക്ഷെ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് എടാ ഞാൻ ഈ സിഗ്മയായ എന്റെ കഥയെന്ന് വെച്ചാൽ എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്. കുട്ടിയുടെ പേര് റെബേക്ക എന്നാണ്. പക്ഷെ അവന് മിണ്ടാൻ പേടി. അവന് പെണ്ണുങ്ങളുടെ അടുത്തൊന്നും അവൻ മിണ്ടാറില്ല. മനസ്സിലായ? അവന് മിണ്ടാൻ ഒരു പേടിയും മടിയും വെക്കുക. അല്ല കുട്ടീനെ കണ്ട് കുട്ടി എറിയണ്ട കുട്ടീനെ വാച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? കുട്ടിയുടെ പേര് 2 C ഇല്ലേ? കുട്ടിയുടെ പേര് മറ്റേ ഇംഗ്ലീഷിൽ എഴുതുമ്പോ 2 C ഇല്ലേ അതിനകത്ത്? ഇത് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. മനസ്സിലായോ? ഇതൊക്കെ അവൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇല്ല വെറുതെ പറയുന്നൊന്നും അല്ല. സാവേജ് ഒരു ട്രിപ്പിന് പോയേക്കുവാണ്. 2 ദിവസം കഴിയുമ്പോ സാവേജ് വരും. നാളെ വരും. നാളെ വരുമ്പം ഞാൻ എങ്ങനെയും ഒക്കെ അവൻ എങ്ങനെയും ഒക്കെ ഇങ്ങനെ മടക്കി തിരിച്ച് വളച്ച് എങ്ങനെയും ഒക്കെ ഒന്ന് സംസാരിക്കാൻ പാകത്തിനാക്കി കൊണ്ടുവരാൻ. അല്ല അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. എനിക്ക് അവനെ വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. അവന് സംസാരിക്കാൻ റെഡിയാക്കി ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും? എനിക്ക് ഒരാളിഷ്ടായിരുന്നു. ആളിപ്പോ സിറ്റിയിലില്ല. അപ്പൊ കൊറേ നാളായിട്ട് സിംഗിൾ ആയിട്ട് ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവര് പറഞ്ഞു LX2 നല്ലൊരു പയ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ് കള്ളൻ. ഞാൻ വളരെ മോശം പയ്യൻ. സാവേജ് ആണ് നല്ല പയ്യൻ. ആണോ? സാവേജ് കിടിലം പയ്യൻ. ചെത്ത് പയ്യനല്ലേ? എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ചാടിച്ചാ. ഇല്ല അവനങ്ങനെ പറയത്തില്ല. അവന് കുട്ടി എന്തേലും ഒരു ഹിന്റ് കൊടുത്താ മനസ്സിലായോ? ആ ഹിന്റിൽ പിടിച്ചവൻ വന്നോളൂ. മനസ്സിലായോ? അവൻ ആ ഹിന്റിൽ പിടിച്ച് അവൻ അങ്ങ് വന്നോളൂ. ഇപ്പൊ ഇല്ലടാ പോകുന്നില്ല ഇവിടെ. അപ്പൊ കുട്ടി ഇപ്പോഴും പറഞ്ഞില്ലല്ലോ കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും. എന്നോട് വന്ന് പറയട്ടെ സാവേജ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അവൻ അങ്ങനെ ഒന്നും പറയൂല. മനസ്സിലായോ? അവൻ നാളെ വരും. അവൻ അങ്ങനെ ഒന്നും പറയൂല. നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് മാറി എവിടെയെങ്കിലും. അവന്റെ മനസ്സിൽ ചെറിയ വിമർശനമുണ്ട്. ഗാവേജിന് നാളെ സെറ്റ് ആയില്ലെങ്കിൽ മറ്റന്നാൾ ഗോകുവിന് കൊടുക്കാം. ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. എന്ത് വേണേലും കാണിച്ചോട്ടെ. 2 പെണ്ണുങ്ങളായിട്ടോ 3 പെണ്ണുങ്ങളായിട്ടോ എത്ര പെണ്ണുങ്ങളായിട്ട് കൂടി അവര് നടന്നോട്ടെ. നമുക്ക് പ്രശ്നം ലേസിന്റെ കാര്യത്തില്. നമ്മളെന്തായാലും അതായിരുന്നു എനിക്കറിയില്ല. ഇത് നമുക്ക് ഇവിടെ സംസാരിക്കാലോ. സാവേജ് വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓക്കെ. അല്ലാണ്ട് ഞാനായി പോയി പറയില്ല. അല്ല കുട്ടി പ്രപ്പോസ് ചെയ്യണ്ട. ഞാൻ സംഭവം പറഞ്ഞില്ല. സാവേജ് അവന് ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ അടുത്ത് ഉണ്ടാ മടി. അപ്പം ഞങ്ങൾ എങ്ങനെയും ഒക്കെ സംസാരിച്ച് കറങ്ങി ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരാം.
അപ്പോഴത്തേക്കും കുട്ടി എന്തെങ്കിലും ഒരു ഹിന്റോ എന്തെങ്കിലും ഒന്ന് മനസ്സിലായി. അവൻ ആ ഒരു ധൈര്യം കിട്ടാനുള്ള ഒരു സാധനം. സംസാരിക്കണം ആ അത്ര മതി. ആ സ്നേഹത്തിലാവും വീണോളൂ. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? സാവേശന് എത്ര വയസ്സാണെന്ന് പറ? സാവേജ് ഒരു 23 വയസ്സ്. എനിക്ക് 30 വയസ്സാണ്. ഇല്ല അതൊന്നും കുഴപ്പമില്ല. ഇത് പ്രായത്തിലല്ലോ. അതെ ഏജ് ഈസ് നോട്ട്. അത് തന്നെ പക്ഷെ സാവേജ് എന്നെ വിളിച്ചിടൂടെ? ആവേജ് വെടിവെച്ചൊന്നും എടുത്തൊന്നുമില്ല. ഉറപ്പാണ്. പറഞ്ഞേന്ന് പറയാം സാവേജിന് ഇഷ്ടാന്ന് പറഞ്ഞു. അത് പറഞ്ഞു അതിനൊരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ പറഞ്ഞു. നാളെ ഞാൻ സെറ്റ് തരും. അപ്പൊ ഞാൻ സാവേജിന് എനിക്ക് സർപ്രൈസ് സെറ്റ് ആക്കാം. അതെ നമ്മൾ എങ്ങനെയാലും ഒരു റാൻഡം ആയിട്ട് കാണുന്ന പോലെ ഒരു സിറ്റുവേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടായിട്ട് മുതുക്കി വന്നാൽ മതി, ഞാൻ മുതുക്കിക്കോണം. മുതക്കും. ഓക്കെ അത് സെറ്റാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒരു വഴി ഇരിക്കണം. അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട് അത് കൊളാവും. ഈ വീട് നോക്കി വെച്ചോ. ഈ വീട് ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് ഈ മുതുക്ക് മാറ്റി പിടിച്ചാല് ഇല്ല മുതുക്കിലേ എങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കി വരണ പോലെ ഇരിക്കും. ഹോസ്പിറ്റലാകുമ്പോ നല്ലതാ. അഥവാ ഇടിച്ച് തറയിട്ട് കഴിഞ്ഞാല് അവിടുന്ന് ഡോക്ടർ തന്നെ പൊക്കും. വെയിറ്റ് ആക്ക് ഞാൻ ഒരു സ്ഥലം പറഞ്ഞു. ഇവിടെ ഒരു കഫേ ഉണ്ടല്ലോ. ആ കഫേ വെച്ചാണ് അതൊരു ഒരു ഇതായിരിക്കും. കോഴി കഫ അത് തന്നെ. കോഴിയല്ല കോഴി കോഴി കഫ. അപ്പൊ അവിടുത്തെ ലൊക്കേഷൻ ഇട്ട് തന്നാൽ ഞങ്ങള് മുമ്പേ എത്താം. അപ്പൊ നിങ്ങൾ അവിടെ ചായയൊക്കെ കുടിച്ചിങ്ങനെ നിന്നു. അപ്പഴത്തേക്ക് നമ്മള് ഇവനെ കൊണ്ട് ഇവന് മറ്റേ സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നില്ല. കപ്പുച്ചിനോ ആണോ? ഇല്ല അതല്ല, മറ്റേ ഭയങ്കര മധുരമുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അതിന്റെ പേര് ഞാൻ മറന്നുപോയത്. നമ്പറാണോ പറഞ്ഞത്? അയ്യോ അതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഒരു ചോക്ലേറ്റും കുനാഫയും എല്ലാം കൂടെ ഉള്ള ഒരു സാധനം ഉണ്ട്. സൈലവൻ അത് തന്നെ. അത് കൊടുക്കാനാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുവന്നോളാം. അവനത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അവിടെ ഇരിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കണം. സൈൻ11 അത് വേണം. എന്നിട്ട് ഞങ്ങള് പേര് ഒന്ന് ചോദിക്കുന്ന ആളൊക്കെ വരും. അപ്പം ഇല്ല ബാക്കിയൊക്കെ നമുക്ക് നാളെ സെറ്റ് ആക്കാം. അത് ആ ഒരു എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതായി പോകും. ബാക്കിയൊക്കെ ആ ഒരു നാച്ചുറാലിറ്റി ഒക്കെ നമുക്ക് പയ്യെ ഉണ്ടാക്കാം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നാളെ ഇതിന്റെ ഓപ്പോസിറ്റാ നടക്കുന്നെങ്കിൽ അങ്ങനെയൊന്നും നടക്കൂലല്ലോ. ശവം ഈ കടലിൽ 3-ാം ദിവസം പോകും. അയ്യോ എന്റെ വേണ്ട ഒരു ശവം കിടന്നാലും പ്രത്യേകിച്ചറിയാമല്ലോ. വലിയ കടലാണല്ലോ. ഞാൻ ഉദ്ദേശിച്ച അങ്ങനല്ല. ഞാൻ പറഞ്ഞാണ്. ഞാൻ കടലിന്റെ വലിപ്പമല്ല പറഞ്ഞു, എന്റെ ജീവന്റെ അർപ്പൂത്താ ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല ശരിയാക്കാലോ നമുക്ക്. ചേച്ചിക്ക് എങ്ങനെയും നല്ലൊരു ജീവിതം കിട്ടണം. എന്നാ മാത്രമേ ഇവള് സ്നേഹിപ്പ് സെറ്റ് ആകത്തുള്ളൂ. സ്നേഹിപ്പ് എന്താ ഇഷ്ടത്തിലാണ് അതറിയത്തില്ലേ? കുട്ടിയാണല്ലേ ഇപ്പൊ മറ്റേ കുട്ടി. മനസ്സിലായി. ഇതാണല്ലേ മറ്റേ 1v2 ആ ഒരു കുട്ടി. അല്ല മറ്റേ കുട്ടി നിരുപമയല്ലേ മറ്റേ ആ കുട്ടി സ്നേഹിപ്പ് ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട്. ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതായിരുന്നല്ലേ ഈ കുട്ടി. എന്റെ കല്യാണം നടക്കണമല്ലോ. അത് ശരി. അപ്പൊ ഇതാകുമ്പോ സ്നൈപ്പിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും. അപ്പൊ സെറ്റാണ്. അപ്പൊ ഇത് പറപ്പിക്കാലോ നമുക്ക്. പിന്നെ നടത്തരാലോ. കല്യാണമൊക്കെ നടത്തി തരാലോ. കല്യാണം പറ്റത്തില്ലല്ലോ. അതിപ്പോ എന്തായാലും നിങ്ങളുടെ ഒരു അവസ്ഥയാണ്. നമുക്ക് വലിയ രജിസ്റ്റർ മാരേജ് വല്ലതും ചെയ്യാം. അറിയേണ്ടി നോക്കാം. അങ്ങനെ അറിയാണ്ട് നോക്കാം. ഇത് നടന്ന നെക്സ്റ്റ് അരമണിക്കൂർ കഴിയുമ്പോ ഞാൻ പോയി പറഞ്ഞു കൊടുക്കില്ല. എല്ലാം പറഞ്ഞല്ലോ. നാളെ കോഴി കഫേ നമുക്ക് പോയാലോ?
എനിക്ക് അങ്ങനൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ആണോ? എന്നാ പിന്നെ എന്നാ അവിടെ പോയി കണ്ടിട്ട് വരാം. ലൊക്കേഷൻ എങ്ങനെ നോക്കാൻ? ലൊക്കേഷൻ അത് വെച്ച് തുറക്കൂലെന്ന് തോന്നി ഈ സമയത്ത്. ആണോ? നമുക്ക് നോക്കാം. അതിന്റെ ആൾക്കാർ വേണം. കാരണം മേളിൽ നിന്ന് കണ്ടിട്ട് കാര്യമില്ല, നോർമൽ ഒരു അത് അകത്തോട്ട് പോയാലേ അത് കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ. അതാണ് അതിന്റെ ഒരു ഇത്. ഗൈസ് 4 കോളും കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ പോണോ? ഞാൻ സ്ഥലം കാണിച്ചു തരാൻ വേണമെങ്കിൽ. അകത്തോട്ട് കയറാൻ പറ്റുന്നുള്ളൂ. വണ്ടിയിട് എന്റെ വണ്ടി പോയെന്ന് തോന്നുന്നു. എന്റെ വണ്ടി എടുക്കാം. അത്രേ ഉള്ളൂ. സാവേജിന്റെ പെണ്ണായല്ലോ. ഞാൻ എടുക്കട്ടെ. വണ്ടി എന്തേലും ഉണ്ടല്ലേ? ഞാൻ കൂടെയാ പോന്നേ. ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. വണ്ടി ഇവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ നിർമ്മ അവിടെ കാണും. സൂപ്പർ. ഇവിടെ വാ വാ. ആ A2 വെച്ചേ. മാർക്ക് ചെയ്തോ മാർക്ക് തീർന്നല്ലോ. അവിടെ അല്ല. ആ ഇവിടെ അതിലൊക്കെ ആണല്ലോ. ആ പോയി അതൊക്കെ അത്ര ഉള്ളു. നമുക്ക് സാവേജ് വരുമ്പോ ഒരു സർപ്രൈസ് കൊടുക്കാലോ. ഇവിടെ തന്നെ ഇവിടെ ആയിരുന്നിട്ട് അത് മാഞ്ഞു പോയി. ഇല്ല അതുകൊണ്ട് അപ്പുറത്തെ സൈഡ്. അതെ ഇത് കണ്ടോ, ലിഫ്റ്റിൽ പോയെന്ന് എഴുതിയേക്കുന്നുണ്ടോ? ഇതാണോ? ലോക്കാണ് കേട്ടോ, ലോക്കാണേ. ഈ സമയത്തൊന്നും നടക്കൂല. കത്തി എപ്പോഴാ ഓപ്പൺ ആക്കുക? കത്തിയോലോ? കത്തിയില്ല അതവിടെ ഉണ്ട്. ഒന്ന് റീഫ്രഷ് അടിക്കാം. നിങ്ങളെല്ലാരും കത്തി, നിങ്ങളെല്ലാം അനങ്ങുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ വന്നു. പോവാൻ നാളെ ഈ സമയത്ത് ഈ നേരത്തെ അത് നിങ്ങള് വരുന്ന സമയം എങ്ങനെ അറിയാം? ഞങ്ങൾ വിളിക്കാം. സാവേജ് വരുന്ന സമയത്തല്ലേ നമുക്ക് എനിക്ക് ആർക്ക് വിളിച്ച് ഇതൊന്നും പരിചയമൊന്നുമില്ല. ഞാൻ ഇപ്പോഴൊക്കെയാണ്